എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് കുക്കിംഗ് വലിയ ഇതൊന്നും ഉണ്ടാക്കാത്ത സാധാരണ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം. പാല്, കോൺഫ്ലോർ, പഞ്ചസാര, ഇത്ര മാത്രം മതി. നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. ഇത് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പാലും പഞ്ചസാരയും ഉണ്ടാവുമല്ലോ, പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി വേണം. എന്നിട്ട് നമുക്കിത് ഈസി ആയിട്ട് വെറും 10 മിനിറ്റ് ഒന്നും വേണ്ട, അതിൽ താഴെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കാം. അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ നമുക്കിത് സെറ്റാക്കി കട്ട് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വേണം. അല്ലെങ്കിൽ നമുക്കിത് കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. വരും. ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ബേക്കിംഗ് പേപ്പർ അടിയിലിട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ നെയ്യൊന്ന് തടവി കൊടുക്കുകയാണ്. ഇത് ആദ്യം തന്നെ സെറ്റാക്കി അങ്ങ് വച്ചേക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഇനി പാലൊന്ന് തിളച്ചു വരണം. ഈ പാലിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നല്ലതുപോലെ ഉരുകി പാലും ഒന്ന് തിളച്ചു വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് കുറച്ച് സമയം മതി. ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാലിവിടെ കുറേശ്ശെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ കോൺഫ്ലോറും പാലിൽ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും കൂടി വേണം. അതൊക്കെ ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിക്കായി വരുന്നുണ്ട്. കണ്ടോ, കുറുകി വന്നിട്ടുണ്ട്. ഒരല്പസമയവും കൂടി വേണ്ടി വരും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി. നമുക്ക് ഇത്രയും മതിയാവും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് സെറ്റ് ആക്കാനുള്ള ഗ്ലാസ് വെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
സെറ്റാക്കാനായിട്ട് നമ്മൾ വെച്ചു. ഇനി ഇതൊരു ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കണം. ഒരു 2 മണിക്കൂറൊക്കെ വേണ്ടി വരുമായിരിക്കും. ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെച്ച് സെറ്റാക്കി എടുക്കാം. ഞാനിതൊരു 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ. എന്നിട്ട് ഇതേ കണ്ടില്ലേ, അരികൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് സ്പൂണ് കൊണ്ട് ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ. അല്ലെങ്കിൽ വേണമെങ്കിൽ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു 2 മണിക്കൂറൊക്കെ വെച്ച് കുറച്ചും കൂടെ ഒന്ന് സെറ്റാവണം. ഞാൻ ഉണ്ടാക്കിയ ഈ പുഡിങ് കണ്ടല്ലോ, അതിപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവർ, എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ പാലും പഞ്ചസാരയും കോൺഫ്ലവർ എല്ലാവരുടെയും വീട്ടിലൊന്നും എപ്പോഴും ഒന്നും മേടിച്ച് വെക്കില്ല. പക്ഷേ അതും കൂടി ഒന്ന് വാങ്ങിച്ച് ഒന്ന് ഉണ്ടാക്കാവുന്ന വെരി സിമ്പിൾ പുഡിങ്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് സെറ്റാക്കിയിട്ട് പീസായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാം. പക്ഷേ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ സെറ്റാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആയെന്നൊക്കെ വിചാരിച്ച് 2 hours വെക്കേണ്ടതിന് ഞാനൊരു 1 hour വെച്ചിട്ട് എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കണമെന്നൊന്നും വലിയ നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ സ്പൂണ് കൊണ്ട് കോരി കഴിക്കുന്ന ഒരു പാകത്തിനൊക്കെയാണ് ഞാൻ ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ സ്പൂണ് കൊണ്ട് നമ്മൾ കോരി കഴിക്കുന്ന ഇത് മതിയല്ലോ. എന്തായാലും സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തൊന്നും എടുത്തില്ല, ഇതൊക്കെ ഡിമോൾഡ് ചെയ്തൊക്കെ എടുത്തു. പക്ഷേ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.